കുറച്ചധികം പരിപാടിയുള്ള ദിവസമാണ്. ഇന്നത്തെ മെയിൻ പരിപാടികൾ എന്താണെന്ന് വഴിയെ പറയാം. അങ്ങനെ രാവിലെ ചപ്പാത്തിയും പിന്നെ തക്കാളി ചട്നിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇനി പുറത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മെയിൻ ചാനലായ C4 കപ്പിളിലേക്ക് ഇടാനായിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഷൂട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ നേരെ നമ്മുടെ പിത്തൂനെ നന്നായിട്ട് അങ്ങ് ഉറക്കി കിടത്തിയതിന് ശേഷം ഞാനും രാഹുലേട്ടനും എനിക്കൊരു പ്രൊമോഷൻ ഒരു ഡ്രസ്സ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അത് എനിക്ക് ഓക്കെ ആയില്ല. അപ്പോൾ ഞാനത് തിരിച്ച് അവർക്ക് അയച്ചു കൊടുക്കാനായിട്ടാണ് ഇപ്പം ഞങ്ങൾ നേരെ കൊപ്പത്ത് DTDCയിൽ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ DTDCയിൽ എത്തിയിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ഞാൻ അവരുടെ ആ ഒരു അഡ്രസ്സിലേക്ക് ഞാൻ കൊറിയർ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊറിയർ അയച്ചിട്ട് പിന്നെ ആ കുട്ടിക്ക് അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ രാഹുലേട്ടന് അയച്ചു കൊടുത്തു. പിന്നെ നമ്മൾ നേരെ മീൻ വാങ്ങാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ ഒരുപാട് മീനും കാര്യങ്ങളൊക്കെ കേരയും ചൂരയും അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ ആവശ്യമുള്ളത് മാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കേരയാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ കുറച്ച് ചായക്കുള്ള കടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ചായക്കടിയും കാര്യങ്ങളും വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ ഷൗക്കുക്കാക്കയുടെ കടയിൽ ചെന്നപ്പോൾ ഈ ഒരു സാധനം കണ്ടു, ഇത് വാങ്ങിച്ചു. വീട്ടിലെത്തിയിട്ട് ഞാൻ നേരെ ഇഞ്ചിച്ചായ ഉണ്ടാക്കി. ഇഞ്ചിച്ചായയുടെ കൂടെ നമ്മുടെ കടിയുടെ ഐറ്റംസും എല്ലാം വാങ്ങി ഞാനും രാഹുലേട്ടനും കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അങ്ങനെ മുളക് ബജ്ജി ഉണ്ടായിരുന്നു, വാഴയ്ക്ക ബജ്ജി ഉണ്ടായിരുന്നു, പിന്നെ സുഗിയൻ, പരിപ്പുവടയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പുവട ആയതുകൊണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാത്തിനും ഒരു 5 രൂപ റേഞ്ചിലായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിയത്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമ്മൾ കൊണ്ടുവന്ന കേര എടുത്തിട്ട് നമുക്ക് നേരെ കറി വെക്കണം. അപ്പോൾ ആദ്യം ഞാൻ അരിയാനുള്ളതൊക്കെ അരിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു മസാലക്കൂട്ടില്ലേ ആദ്യം ഇട്ട് കൊടുക്കുന്നത്, അതങ്ങോട്ട് റെഡിയാക്കി വെച്ചു. എന്നിട്ട് പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഐറ്റംസ് ഉള്ളി എല്ലാം ഇട്ടിട്ട് നമ്മൾ വഴറ്റിയിട്ട് തക്കാളി ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റും. എന്നിട്ടാണ് കേട്ടോ നമ്മുടെ ആ ഒരു മസാല തയ്യാറാക്കി വെച്ചത് നേരെ ഇട്ട് കൊടുത്ത് അതും നന്നായിട്ട് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേനും നമ്മുടെ പുളിവെള്ളം ഒഴിച്ച് പിന്നെ ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്ന വാളംപുളിയാണ്, പക്ഷെ ഞങ്ങളുടെ അവിടെയൊക്കെ കുടംപുളിയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ കുടംപുളിയുടെ ആ ഒരു മീൻകറി ഉണ്ടാക്കിയപ്പോൾ പിന്നെ രാഹുലേട്ടന് കുടംപുളി ഇട്ട മീൻകറി മതി, മറ്റേ മീൻകറി അധികം ഇഷ്ടമല്ല. മീൻ്റെ ചാറ് റെഡിയായി വന്നപ്പോഴത്തേനും ഞാൻ നമ്മുടെ ആ ഒരു മീൻ വറക്കാനുള്ളതെല്ലാം സെറ്റാക്കി മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ ആ ഒരു കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് എന്നിട്ട് പിന്നെ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിനി മീൻ വറക്കാം. അങ്ങനെ ഒരു 4 എണ്ണം എടുത്ത് ഇപ്പം ഞാൻ വറക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 എണ്ണം മാത്രം എടുത്തിട്ട് ബാക്കി എല്ലാവർക്കും 2 എണ്ണം വീതം കിട്ടുന്ന രീതിയിലാണ് ഞാൻ അത് മാറ്റി വെച്ചത്. അപ്പോൾ 4 എണ്ണം ഇപ്പോൾ വറുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ രാഹുലേട്ടൻ ഇടയിൽ വന്നിട്ട് മീൻകറി എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മീൻകറി മീൻ വറുത്ത എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ബാക്കിയുണ്ടായിരുന്ന മീൻ വറക്കാനുള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം ക്ലീൻ ആക്കി വെച്ചതിന് ശേഷം നമ്മളിനി നേരെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകാം. അങ്ങനെ ചോറും മീൻ വറുത്തത് മീൻ കറിയൊക്കെ കൂടിയായിട്ട് ഞാൻ രാഹുലേട്ടനോട് ആ സൈഡിൽ ഇരിക്കുന്നത് ചക്കക്കുരും മുരിങ്ങയിലയൊക്കെ ഇട്ടുണ്ടാക്കിയ താളിച്ചുണ്ടാക്കിയ ഒരു കറിയാണ്. അതിനുശേഷം രാത്രി നമ്മൾ പെട്രോൾ അടിക്കാൻ പോയിട്ടോ. പക്ഷെ പെട്രോൾ അടിക്കാൻ പോയെന്ന് പറഞ്ഞിട്ട് നേരെ ഒരു കടയിൽ കൊണ്ട് നിർത്തി. സത്യം പറഞ്ഞാൽ നല്ല കോലം കെട്ട രീതിയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു ജ്യൂസ് കടയിൽ നിന്ന് ചിക്കു ഷേക്കും അവിൽ മിൽക്കുമാണ്. രാഹുലേട്ടൻ അവിൽ മിൽക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനാണ്. എനിക്കാണെങ്കിൽ ചിക്കു ഷേക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനിയിപ്പോൾ വീട്ടിൽ പോവാണ്. പിത്തൂനെ അവിടെ ഉറക്കി കിടത്തിയിട്ടാണ് നമ്മൾ ഈ സമയത്ത് ഇവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.